ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. അതിജീവിതയുടെ പ്രതികരണം വരികയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ വെളിച്ചത്തിന്റെ നേരിയ കണിക കാണുന്നു. ഇതാദ്യ പ്രതികരണമാണ്. ഇതിൽ വിധി പ്രസ്താവം, ശിക്ഷാവിധിയൊക്കെ പുറത്തു വന്നതിന് ശേഷം ഉള്ള അതിജീവിതയുടെ ആദ്യ പ്രതികരണമാണ്. വെളിച്ചത്തിന്റെ നേരിയ കണിക കാണുന്നു. പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത് യാത്രയുടെ വെളിച്ചത്തിന്റെ കണികയായി കാണുന്നു. വേദനാജനകമായ യാത്രയുടെ വെളിച്ചത്തിന്റെ കണികയായി കാണുന്നു എന്നാണ് പറയുന്നത്. കെട്ടിച്ചമച്ച കേസ് എന്ന് പരിഹരിച്ചവർക്കായി ഇത് സമർപ്പിക്കുകയാണ്. വിധി പലരെയും നിരാശപ്പെടുത്തി കാണും, എന്നാൽ തനിക്ക് അത്ഭുതമില്ല. ഒപ്പം പൾസർ സുനി തന്റെ ഡ്രൈവർ എന്ന പ്രചാരണം ശുദ്ധ നുണ എന്ന് തെളിഞ്ഞു. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയല്ല എന്ന് തനിക്ക് വർഷങ്ങളുടെ പോരാട്ടം കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നവർ കുറിച്ചിട്ടുണ്ട്. ഈ കേസിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ, താൻ അടിസ്ഥാനപരമായി ആവശ്യപ്പെട്ടതെന്തോ അത് നടപ്പാക്കപ്പെട്ടിട്ടില്ല എന്ന് അവർ പറയുകയാണ്. എന്തുകൊണ്ടാണ് വിചാരണ കോടതിയിൽ വിശ്വാസം നഷ്ടമായത്? തന്റെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർമാർ തടവിലാക്കപ്പെട്ടതുപോലെയായിരുന്നു. കോടതിയിൽ നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പ്രോസിക്യൂട്ടർമാർ തന്നോട് പറഞ്ഞതാണ്. ഒപ്പം മെമ്മറി കാർഡ് വിഷയത്തിലൊക്കെയുള്ള കാര്യങ്ങൾ, അതിൽ അന്വേഷണം ആവശ്യപ്പെട്ടതാണ്, അത് ഹൈക്കോടതി അനുവദിച്ചതുമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ഇതിൽ ഓരോ ഘട്ടത്തിലും ഉണ്ടായത് എന്ത് എന്ന് പറയുകയാണ്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഇതാദ്യമായാണ് അതിജീവിതരുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നത്. അതിൽ തുടക്കത്തിൽ ഒരു കണിക, നീതിയുടെ വെളിച്ചത്തിന്റെ കണിക എന്ന് പറയുകയാണ്. അത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതിലാണ് അവരുടെ പ്രതികരണം. പക്ഷേ ബാക്കി തുടർന്നങ്ങോട്ട് അവർ പറയുന്നത് തനിക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ്. വിശദമായുള്ള പ്രതികരണമാണ്. എവിടെയാണ് ഈ പ്രതികരണം? വിശദാംശങ്ങൾ. അനുജോ, വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ് നടിയാക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിത അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. അത് ഏറ്റവും ആദ്യം, അതായത് ഈ കേസിൽ എവിടെയൊക്കെയാണ് പ്രോസിക്യൂഷന് പിഴച്ചത് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന അതേ ദിവസം തന്നെ അവർ അവരുടെ ഈ വിഷയത്തിലെ നിലപാട് വ്യക്തമാക്കുകയാണ്. അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത് തന്നെ. വെളിച്ചത്തിന്റെ ഒരു നേരിയ ഗണിക ഈ വിധിയുമായി ബന്ധപ്പെട്ട് കാണുന്നു. അത് പറയാൻ കാരണം 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് അത്തരത്തിലൊരു പ്രതികരണത്തിന് അവർ തയ്യാറായത്. അപ്പോഴും ഒരു പൂർണ്ണ നീതി ലഭിച്ചിട്ടില്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കുകയാണ്. പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത് വേദനാജനകമായ യാത്രയുടെ വെളിച്ചത്തിന്റെ ഗണികയായി കാണുന്നു. കെട്ടിച്ചമച്ച കേസെന്ന് പരിഹസിച്ച ആളുകൾക്ക് ഈ ശിക്ഷ സമർപ്പിക്കുന്നു. അതായത് ഇതിൽ പല വ്യാഖ്യാനങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അത് ഈ അതിജീവിതക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ, ഇത് കെട്ടിച്ചമച്ച കഥയാണ്, അവരെ പോലും പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വന്നിരുന്നു. അതിനെല്ലാം തള്ളുകയാണ് അവർ. വിധി പലരെയും നിരാശപ്പെടുത്തി കാണും, എന്നാൽ തനിക്കതിൽ അത്ഭുതമില്ല എന്ന് പറയുന്നു. അത് വിചാരണ കോടതിക്കെതിരെയുള്ള ഒരു പോയിന്റായി കണക്കാക്കാം. പൾസർ സുനി തന്റെ ഡ്രൈവറാണ് എന്ന് പലരും ചിത്രീകരിച്ചു, പലരും പറയാൻ ശ്രമിച്ചു. പക്ഷേ അതങ്ങനെയല്ല എന്നിപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. അതൊരു ശുദ്ധ നുണയാണ് എന്ന് മനസ്സിലാക്കുന്നു. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെയല്ല എന്ന് മനസ്സിലാകുന്നു. 7.5 വർഷത്തെ വളരെ സങ്കീർണമായ നിയമ പോരാട്ടത്തിൽ താൻ മനസ്സിലാക്കുന്നു, നിയമ പോരാട്ടത്തിൽ എല്ലാവരും, അല്ലെങ്കിൽ നിയമത്തിന് മുൻപിൽ എല്ലാവരെയും ഈക്വലായി ട്രീറ്റ് ചെയ്യണമെന്നില്ല എന്ന് തനിക്ക് മനസ്സിലായി വിധിയോടുകൂടി എന്ന് അവർ വ്യക്തമാക്കുകയാണ്. എന്തുകൊണ്ട് വിചാരണ കോടതിയിൽ വിശ്വാസം നഷ്ടമായി എന്നുള്ള കാര്യവും അക്കമിട്ടവർ നിർത്തുന്നുണ്ട്. നേരത്തെ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അത് കുറച്ചുകൂടി ക്രിസ്പായി അവർ പറയുകയാണ്. തന്റെ മൗലിക അവകാശങ്ങൾ പോലും വിചാരണ കോടതിയിൽ സംരക്ഷിക്കപ്പെട്ടില്ല. പ്രത്യേകിച്ച് ആദ്യ ദിവസം തന്നെ 22 പേരടങ്ങുന്ന അഭിഭാഷകരാണ് അവരെ ക്രോസ് ചെയ്തത്. ഈ സ്വകാര്യ അല്ലെങ്കിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്ങിന്റെ അടിസ്ഥാന തത്വം പോലും, സ്വകാര്യതയുടെ അടിസ്ഥാന തത്വം പോലും അവിടെ ലംഘിക്കപ്പെട്ടു എന്ന് അന്ന് തന്നെ അവർ വ്യക്തമാക്കിയതാണ്. വിചാരണ കോടതി മാറ്റണം, അല്ലെങ്കിൽ ജഡ്ജിയെ മാറ്റണം എന്നൊക്കെ അവർ ആവശ്യപ്പെട്ടത് നമുക്ക് കണ്ടതാണ്. വിചാരണ കോടതിയിൽ തന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ തടവിലാക്കപ്പെട്ട പോലെയായിരുന്നു എന്നവർ പറയുന്നു. ഈ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന വിചാരണ വേളയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ തന്നോട് പറഞ്ഞതായി അവർ വ്യക്തമാക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മെമ്മറി കാർഡ് വിഷയത്തിൽ താനൊരു അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ ആ അന്വേഷണത്തിന് തനിക്ക് ഹൈക്കോടതി വരെ പോകേണ്ടി വന്നു എന്ന് അതിജീവിത വ്യക്തമാക്കുകയാണ്. കേസ് തുറന്ന കോടതിയിൽ പരിഗണിക്കണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെട്ടില്ല. ന്യായമായ വിചാരണക്കായി ജഡ്ജിയെ മാറ്റണമെന്ന് താൻ ഹർജി നൽകിയപ്പോഴാണ് പ്രതിഭാഗം ഇതേ ജഡ്ജിയെ വേണമെന്ന് ആവശ്യമുയർത്തി തന്റെ സംശയങ്ങൾക്ക് ബലം നൽകിയതെന്ന് അതിജീവിത പറയുകയാണ്. വിചാരണ കോടതിക്കെതിരെയുള്ള വിമർശനങ്ങളും അവരുടെ അതൃപ്തിയും ഈ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. വിചാരണ കോടതിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടതോടെ രാഷ്ട്രപതിയെയും പ്രധാനമന്ത്രിയെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ വരെയും തനിക്ക് സമീപിക്കേണ്ടി വന്നുവെന്ന് അവർ പറയുന്നു. മെമ്മറി കാർഡ് കസ്റ്റഡിയിലിരിക്കെ തുറന്ന കാര്യങ്ങളടക്കം ഇതിൽ വിശദീകരിക്കുകയാണ്. ഒപ്പം ഏറ്റവും അവസാനം ഇത് പറഞ്ഞവസാനിക്കുന്നത്, ഒരുപാട് പേർ ഈ പോരാട്ടത്തിൽ തനിക്കൊപ്പം നിന്നു, തന്നെ ചേർത്ത് പിടിച്ചു, അവർക്കെല്ലാവർക്കും നന്ദി എന്ന് പറയുന്നു അവർ. അതായത് ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ശിക്ഷ
അവർക്ക് ശിക്ഷ ലഭിക്കുമ്പോഴും അതിലൊരു നേരിയ കണിയാണ് പ്രതീക്ഷമുണ്ടെങ്കിലും പൂർണ്ണമായി നീതി ലഭിച്ചുവെന്ന് അവർ പറയുന്നില്ല. അനുജ, ഇത് ഏറ്റവും ആദ്യമായാണ് അതിജീവിത ഇങ്ങനൊരു പ്രതികരണം നടത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 7.5 വർഷം അവർ നടത്തിയ സമാനതകളില്ലാത്തൊരു പോരാട്ടമുണ്ട്. പല ഘട്ടങ്ങളിലും വീണു പോകുന്ന സമയത്ത് അവർ ഈ പോരാട്ടം അവസാനിക്കാൻ തയ്യാറായില്ല. അവർ അതുമായി മുന്നോട്ട് പോയി. ഒരു ചാനലിന് നൽകിയ ഇന്റർവ്യൂവിൽ അവർ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഞാൻ ആ കാലയളവിൽ കടന്നുപോയത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ്. അവിടെ നിന്നൊന്ന് കൈപിടിച്ചുയർത്താൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് ഉയർന്നു വരാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ തലയ്ക്ക് വീണ്ടും വീണ്ടും അടിക്കുന്ന ഒരു പ്രേരണയാണ് കണ്ടത്. തകർന്നു പോയിരുന്നു, തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ പ്രതിസന്ധിയിലായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ തന്നെ കുറ്റപ്പെടുത്തിയവർക്കെതിരെ, അല്ലെങ്കിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി നടത്തിയ ഒരു പോരാട്ടമാണിത്. ആ പോരാട്ടത്തിൽ ആരെല്ലാം തന്നെ കൈയിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും ആ പോരാട്ടവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ താൻ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത്ര സങ്കീർണമായ ഈ നിയമ പോരാട്ടത്തിൽ ഉടനീളം ഒരു ഘട്ടത്തിലും വീണുപോകാതെ പിടിച്ചു നിൽക്കാൻ പറ്റിയതെന്ന് അവർ ആ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നിപ്പോൾ അവർ ഈ സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരിക്കുന്ന അവരുടെ ഈ വിധിയുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതികരണം. അത് അങ്ങേയറ്റം അവരുടെ നിരാശയടക്കം ആ പ്രതികരണത്തിൽ വ്യക്തമാകുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.